തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ കൊച്ചിയിലെത്തി പോലീസിന് മൊഴി നൽകി. മിഹിർ പഠിച്ച മുൻ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്തു. ഇതോടൊപ്പം മറ്റു ചില പുതിയ നീക്കങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, ഏറ്റവും പ്രധാനമായും ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ പഠിച്ച അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ അധികൃതർക്കെതിരെയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അവർക്കെതിരെയാണ് നടപടി ഉണ്ടാവേണ്ടിയിരുന്നത്. എന്തുകൊണ്ടാണ് ഈ മുൻ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്തത്? മുൻ സ്കൂളിലെ മുൻ വൈസ് പ്രിൻസിപ്പലിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സംഭവം നോക്കുകയാണെങ്കിൽ മിഹിർ ഇപ്പോൾ ഈ പഠിക്കുന്ന ഗ്ലോബൽ സ്കൂളിലേക്ക് വന്നിട്ട് 3 മാസമാകുന്നതേ ഉള്ളൂ. ഈ 3 മാസത്തിന് മുമ്പ് സ്കൂളിലാണ് മിഹിർ പഠിച്ചത്. ചില കാരണങ്ങളാൽ, ചില പേഴ്സണൽ കാരണങ്ങളാലാണ് മിഹിറിനെ അവിടുന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വൈസ് പ്രിൻസിപ്പൽ ബിനു അസീസിന് പങ്കുണ്ടെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് വൈസ് പ്രിൻസിപ്പലിനെ, സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലായ ബിനു അസീസിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ അവിടുന്ന് തന്നെയാണ് ഈ പോലീസ് ഈ കേസ് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ മുൻ സ്കൂളിൽ നിന്ന് തന്നെയാണ് മിഹിറിനുണ്ടായ സംഭവത്തെ പറ്റി കേസ് അന്വേഷിക്കാൻ പോലീസും തീരുമാനമിട്ടിരിക്കുന്നത്. നിലവിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണ് മിഹിർ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് 3 മാസം മാത്രമേ മിഹിർ ആകുന്നുള്ളൂ. ഇതിനു മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നത് സ്കൂളിലാണ്. അവിടെ ഉണ്ടായ ചില സംഭവങ്ങൾ, ഈ വൈസ് പ്രിൻസിപ്പൽ ബിനു അസീസ് പരീക്ഷകൾ എഴുതുമ്പോൾ പോലും ഈ മിഹിറിനെ ഒറ്റയ്ക്ക് ഇരുത്തി പരീക്ഷ എഴുതിയ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റു കുട്ടികളുടെ കൂടി ഇരുത്താതെ ക്ലാസ്സിൽ ഒറ്റയ്ക്ക് തനിയെ മാറ്റിയിരുത്തി ഒരു പരീക്ഷ എഴുതുന്ന ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തൊട്ടാണ്, അല്ലെങ്കിൽ ഇവിടം മുതലാണ് പോലീസ് കേസ് അന്വേഷിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മിഹിറിനുണ്ടായ ദുരവസ്ഥ കേരളത്തിൽ, അല്ലെങ്കിൽ ലോകത്ത് ഒരു കുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ലെന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എക്സ്പേജിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ മിഹിറിനായ ഒരു ക്യാമ്പയിൻ വരെ ആരംഭിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഫോർ മിഹിർ എന്നുള്ള പേരിൽ ക്യാമ്പയിൻ പോലും ആരംഭിച്ചിട്ടുണ്ട്. ആ നിറത്തിന്റെയും അതോടൊപ്പം തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും, ഒരു സ്കൂളിലെ സഹപാഠികൾ എല്ലാവരും ചേർന്ന്, ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കമുള്ളവർ ചേർന്ന് മിഹിറിനെ നിറത്തിന്റെ പേരിലും മറ്റു ചില കാരണങ്ങളാൽ മിഹിറിനെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട്. മാനസികമായും ശാരീരികമായും മിഹിറിനെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. ക്ലോസറ്റിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ച്, ഈ ക്യാമറകളുടെ സൗകര്യമുള്ള സ്കൂളാണെന്ന് നമുക്കറിയാം, ആ ഒരു സ്കൂളില് ആൺകുട്ടികളും പെൺകുട്ടികളും ശുചിമുറിയിൽ കൊണ്ടുപോയി മിഹിറിനെ ക്ലോസറ്റിൽ മുഖം താഴ്ത്തി വെച്ച് ഫ്ലഷ് അടിക്കുക. അപ്പൊ ഈ ഒരു സംഭവങ്ങൾ പകൽ സമയത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതരും പറയുന്നത്. അതിനുള്ള തെളിവുകളില്ലെന്നും പറയുന്നു. അപ്പം മിഹിറിന്റെ മരണശേഷം പോലും ചില കുട്ടികൾ ഇൻസ്റ്റഗ്രാം പേജിൽ വളരെ ആഘോഷിക്കുന്ന രീതിയിലാണ് ഈ മിഹിറിന്റെ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ബിനു അസീസിനെതിരെ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ജെംസ് മോഡേൺ അക്കാദമി സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലാണ് ഇദ്ദേഹം. നിലവിൽ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ മിഹിറിനുണ്ടായിരിക്കുന്ന ഒരു ദുരവസ്ഥ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നേരിട്ട് ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേസ് അന്വേഷിക്കണമെന്ന രീതിയിൽ തന്നെ മിഹിറിനുണ്ടായ ദുരവസ്ഥ, സ്കൂളുകളിൽ കുട്ടികൾ ഇതുപോലെ ഇനി തീർച്ചയായും രേണുക, ഇപ്പോൾ അത് തന്നെ എനിക്കും പുതിയൊരു നീക്കം എന്ന് നമുക്ക് പറയാവുന്നത് ഈ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് അന്വേഷിക്കും എന്നുള്ളൊരു വാർത്ത കൂടിയാണ്, അല്ലേ? അതോടൊപ്പം തന്നെ ഈ ഒരു തെളിവെടുപ്പിനായി മാതാപിതാക്കളും സ്കൂൾ അധികൃതരും ഒക്കെ കളക്ടറേറ്റിൽ ഹാജരാകുമെന്നുകൂടി നമുക്ക് ലഭിക്കുന്നു. എപ്പോഴത്തേക്കായിരിക്കും ഇവർ ഹാജരാകുക? ഇന്ന് രാവിലെ 11 മണിയോട് തന്നെ കളക്ടറേറ്റിൽ മിഹിറിന്റെ അമ്മയും അച്ഛനും കോഴിക്കോടാണ് താമസിക്കുന്നവർ. അവർ രണ്ടുപേരും വരും. അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരും വരുന്നുണ്ട്. ഇന്നലെ തന്നെ അമ്മ കൊച്ചിയിലെത്തി മൊഴി കൊടുത്തിട്ടുണ്ട്, എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ. അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരുമായി കളക്ടറേറ്റിൽ ഇന്ന് 11 മണിക്ക് തന്നെ ഒരു ചർച്ച ഉണ്ടാകുമെന്നും കൂടെ അറിയുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ടെത്തി ഒരു അന്വേഷണം തന്നെയാണ് മിഹിറിന്റെ സംഭവത്തിൽ ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഇനിയും വളരെ വേഗത്തിൽ നടപടികളൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി പല ഭാഗങ്ങളിൽ നിന്നുകൂടി ഉയരുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിവേഗത്തിൽ ഇത് നീങ്ങാത്തത് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് പല ഭാഗത്തു നിന്നല്ലേ രേണുക? ഇപ്പോൾ ആ ഒരു സംഭവത്തെ തുടർന്ന് തന്നെയാണ് ഈ കേസ് ഇത്രയും വളരെ പതുക്കെ പോകുന്നത്. കാരണം ജനുവരി 15-ന് മരിച്ച കുട്ടിയാണ്, ആത്മഹത്യ ചെയ്ത
കുട്ടിയാണ്. നിലവിൽ മാതാപിതാക്കളുടെ കയ്യിലുള്ള തെളിവ് ഈ കുട്ടികൾ സംസാരിച്ച ചാറ്റുകൾ മാത്രമാണ്. സ്കൂൾ അധികൃതരിൽ നിന്നും CCTV പോലീസ് ചെക്ക് ചെയ്തപ്പോഴും അതിൽ കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നില്ല മിഹിറിനെ സംബന്ധിച്ചോളം. നിലവിൽ മാതാപിതാക്കളുടെ കയ്യിലുള്ള ചില ചാറ്റുകളാണ് മിഹിറിനെ പറ്റി പരിഹസിക്കുന്നതും മിഹിറിനെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതും മാത്രമാണ് ഈ കേസിലെ നിലവിലുള്ള തെളിവ്. അതിനുശേഷമുള്ളത് ബിനു അസീസുമായി സ്കൂളിലുണ്ടായ ചില വിഷയങ്ങൾ. ബിനു അസീസ് മിഹിറിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംസാര രീതി, അതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ ഒരു കേസ് അന്വേഷിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഗ്ലോബൽ സ്കൂളിലെ ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ സ്കൂൾ മാനേജ്മെന്റ് രംഗത്തെത്തുമെന്നുകൂടി അറിയിച്ചിട്ടുണ്ട്.